ാണ് വരാൻ പോകുന്നത്. ആൻസർ കുട്ടി എത്താണ്. സോ ലെറ്റ്സ് വെൽക്കം ആൻസർ ഓൺ സ്റ്റേജ്. എത്ര മഞ്ഞക്കിളികളായത് ഇവിടെ? അതെ അതെ. അയ്യോ നമ്മളെല്ലാവരും. നൈസ് ടു മീറ്റ് യു. Hi, welcome to Yellow Family. അതെ അതെ അതെ. Yellow Family. ഇന്ന് മൊത്തം യെല്ലോ ഫാമിലി കേട്ടോ. മഞ്ഞപ്പട മഞ്ഞക്കുട്ടികള്. അത് കണ്ണാടത്തോടൊപ്പം മാറ്റേ അപ്പൊ കാണല്ലേ. രണ്ടുപേര് വേറെയാ കണ്ടോ. ഓ ഇതെന്തൊരു സ്റ്റൈൽ ഇത്. ഇത് ഒരു മഞ്ഞ, രണ്ട് മഞ്ഞ, മൂന്ന് മഞ്ഞ, നാല് നാല് മഞ്ഞ. മഞ്ഞ. യെസ്. സ്റ്റൈൽ ആൻഡ് ഡ്രസ്, സ്റ്റൈൽ ആൻഡ് ഹെയർ സ്റ്റൈൽ. ഇതുവരെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്. അടിപൊളി അടിപൊളി. അതെ. Thank you. ആരാ ഈ കോസ്റ്റ്യൂമിന് പിന്നിലെ കരങ്ങൾ? അമ്മ അമ്മയുടെ ആണോ അമ്മൂമ്മയുടെ ആണോ? ഞാൻ പറയാം, ആരാ? അമ്മ. അമ്മേ അമ്മയല്ല, അത് അവക്ക് ഇത്ര ആരാണ്? അമ്മമ്മ. അല്ല പിന്നെ ഫാദർ. ഗ്രാൻഡ് ഫാദറാ? ഓ അത് ശരി. ആരെ ഉടുപ്പിച്ചു തന്നത്? ഉടുപ്പിച്ചത് അമ്മയാ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? ആയിരം കണ്ണു. ആ അതെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തി. പൈങ്കിളി. ഞങ്ങളുടെ പൈങ്കിളി. ഞങ്ങള് സാധാരണ ഓരോ പേരൊക്കെ വിളിക്കൂല, ഇന്നും ഇല്ല അതൊന്നും. ഇല്ല എനിക്കറിയാം, പറയണോ? എന്റെ മാർക്ക് കുറച്ചറിയും. ഇല്ല കുറക്കില്ല. വിളിക്കട പൊന്നെ. എനിക്ക് ഉറപ്പാ, എനിക്ക് ഉറപ്പാ. സത്യമായിട്ട് കുറക്കില്ല. ഇത് കണ്ടോ, എന്തുവാ ഇത്? നിസ്സാര കാര്യോ പേന. അത് വെച്ചങ്ങ് ഇട്ടാലുണ്ടല്ലോ ഇത് വെച്ച് ഈ 0, 2 വരുന്നിടത്ത് ഒരു 3 കുറച്ച 7 ആവും. എന്റെ കർത്താവേ. പറഞ്ഞു പറഞ്ഞു. എന്ത് രവിമോള് സുന്ദരിയായിരിക്കുന്നു. അങ്ങനെയല്ല ഓരോ എം ജി അങ്കിളിന്റെ നല്ല ഷർട്ട്. MG കുട്ട മധു അങ്കിളിനെ കാണാൻ എന്താ അഴക്. അതെ. പറയില്ലേ. മനസ്സിലെന്താ തോന്നണെന്ന് വെച്ചാ പറഞ്ഞോ. അത് കേൾക്കായിട്ടൊരു അതെ. ആ പറയേ, തുടങ്ങട്ടെ. പോരട്ടെ, ഞങ്ങള് മാർക്കൊന്നും കൊടുക്കില്ല. ഭയങ്കര ജാടയാട്ടോ ഇന്ന്. പറഞ്ഞെന്താ? പറഞ്ഞോ. പേനിട്ടാ? അയ്യോ താഴത്തേക്ക് വെക്കേ. അത് താഴത്തേക്ക് വെക്കേ. താഴത്ത് വെച്ചാൽ എടുക്കാമല്ലോ. അല്ലെങ്കിൽ അതിന്റെ താഴത്തെ വെക്ക്. ഇല്ല, ആ ചേറിന്റെ താഴത്തെ എന്നാ വേണ്ട, വിളിക്കണ്ട, വേണ്ട. എന്നാ ഇത്രയും വിളിക്കണ്ട. കേസ് സാരമില്ല, പോട്ടെ. വേണ്ട. പറഞ്ഞോ? ആ ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു. എന്നാ പറയേ. 3 പേരും നല്ല ഡ്രസ്സാണ്. ആണല്ലേ? അത് ഒരു മാർക്ക്. അയ്യോ എന്റെ ദൈവമേ, അത് ആദ്യം പറയായിരുന്നില്ലേ? കഷ്ടകാലത്തിന് ഇനി ഒരു മാർക്ക് കുറഞ്ഞ ഇതാണെന്ന് വിചാരിക്കും. വേണ്ട മോളെ, നീ പാടിക്കോ. അതെ, അതാ നല്ലത്. ഈ പടത്തിന്റെ പേരുണ്ടല്ലോ, 1 കിലോമീറ്റർ നീളമുണ്ട്, അറിയോ? നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. കണ്ടോ? ആ ഈ കണ്ണട എന്താണെന്നറിയാമോ? ഈ കണ്ണടയുടെ ടോപ്പിക്കാണ് ആള് വിട്ടുപോയത്. അതാണ് മറന്നത്. അതെ 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 അതെ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. കന്നഡ വെച്ച് ഡെയിനെ ഒന്ന് നോക്കി. സുന്ദരനായിരിക്കും. ഡ്രസ് ഇടാണ്ടിരിക്കും. ബിലാൽ ഡാൽഫിയല്ലേ? വേഗം വിളിച്ചോ, ഏ? വേഗം വിളിച്ചോ. വേഗം പോയി വിളിക്കാൻ, വേഗം പോയി വിളിക്കാൻ. ഒളിക്കാനാ? ഡ്രസ് ഇടാണ്ടിരിക്കും. പോയി ആ അതില് ലാലേട്ടൻ പോയി വിളിക്കാൻ. നോക്കിട്ടല്ലേ പറയണ്ട, അപ്പുറത്ത് നോക്കിയിട്ട് പറ. അത് ലാലേട്ടൻ പോയി വിളിക്കണില്ലേ, അതാണ് വിളിക്കാൻ ആ. പറഞ്ഞപ്പോ. 3 നേരം വിളിച്ചോ. ബിലാൽ ഡാൽഫിയെന്നാണോ മേടിച്ചത്? ഡ്രസ് പോവും. അയ്യോ ഇവരുണ്ടൊരു ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവരുണ്ടൊരു ഇല്ലല്ലോ. പെണ്ണുങ്ങൾക്കും കാണാം. ഓടിക്കൂ, ഓടിപ്പോളെ. ഒളിച്ചോട്ടെ. ശരി, അപ്പൊ ഇതിന്റെ മ്യൂസിക് ചെറിയമലന്റെ അല്ലേ? അതെ. ഇത് എഴുതിയത് ബിച്ചുവേട്ടനല്ലേ? ബിച്ചു തിരുമല. ആ ബിച്ചു പാടിയത് തിരുമല. ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്രയും പാടിയിട്ടുണ്ട്. ആ. ആ അപ്പൊ നമുക്ക് പാടിയാലോ അങ്ങ്? അതാ നല്ലത്. അതെ. ഇല്ലെങ്കിൽ വട്ടാവും. ഓൾ ദ ബെസ്റ്റ്. All the best. Thank you. All the best. വന്നു. ഈ സ്പെക്സ്, ഈ സ്പെക്സ് ഡേഞ്ചർ കൊടുക്കരുത്. ഓടിക്കോ, പെട്ടെന്ന് ഓടിക്കോ. നിങ്ങൾക്കത് എന്താണ് തരില്ലാന്ന്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി.
വെരി ഗുഡ് വെരി ഗുഡ്. കോറസ്. മഞ്ഞക്കിളി സൂപ്പർ. വെരി ഗുഡ്. മഞ്ഞ മഞ്ഞ മന്ദാരമേ. ആൻസർ കുട്ടി ആ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് സ്ലിപ്പായി. അതെ. ഓമനെ നീ വരും നാള് വെണ്ണി ഇരുന്ന് ഞാൻ പൈങ്കിളി നല്ല തേൻകിളി, അവിടെ ചെറിയൊരു സ്ലിപ്പ് വന്നു. മോളെ ഈ പാട്ട് എഴുതിയത് ആരാണെന്നറിയാവോ? ഉം. ബിച്ചു തിരുമല, വലിയൊരു ലെജൻഡാണ്, ഒരു കവിയാണ്. അദ്ദേഹം ജനിച്ചത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. ആ. അപ്പൊ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക്. കാരണം എന്റെ അയ്യപ്പൻ പാട്ട് തൃപ്പടി എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ബിച്ചുവേട്ടനാണ് ആദ്യമായിട്ട് എഴുതിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയാണ് സുന്ദരി ഒന്നൊരുങ്ങുക, നാളെയാണ്, എത്രയോ പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിന്റെ പാടിയിട്ടുണ്ട്. പടകാളി. പടകാളി. അദ്ദേഹം നിമിഷ നേരം കൊണ്ടങ്ങ് എഴുതും. അതായത് പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എഴുതും. ഇതിന്റെ ഒരു കാര്യമുണ്ട്, ഈ പാട്ട് എഴുതാൻ പോയിട്ട് ഇതിന്റെ ഡയറക്ടർ ഫാസിൽ സാറാണ്. അപ്പം ജെറി സാറ് ആദ്യമായിട്ട് ചെയ്യുന്ന ചിത്രമാണ്. അപ്പം എത്ര ചെയ്തിട്ടും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ലാസ്റ്റില് പറഞ്ഞ ഒരു പള്ളിപ്പാട്ടിന്റെ രൂപത്തിൽ ജെറി സാർ ഇതിനെ നാനീനാ താരീനാ താരീരാരീരാരാന്ന് പറഞ്ഞിട്ടപ്പം ഇത് കൊള്ളാന്ന്. പക്ഷെ ബിച്ചുവേട്ടൻ ക്ലെവറായിട്ട് ആ അമ്മ കാത്തിരിക്കുന്നതല്ലേ നദിയ മൊയ്തുവിന് കൃത്യമായിട്ട് എഴുതി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. ആ പടമൊക്കെ എന്താ പാടം. മോഹൻലാലും എല്ലാരും നദിയ മൊയ്തു ആ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത് അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ മോളെ ഇത്രയും ഓർമ്മകൾ മോള് കൊണ്ട് തന്നു അങ്കിളിന്. താങ്ക് യു. താങ്ക് യു. അപ്പൊ MG ഞങ്ങളെ ഇപ്പൊ പറഞ്ഞില്ലേ ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് കുറെ ഓർമ്മകളിലേക്ക് പോയി, ഒത്തിരി ഓർമ്മ വന്നു. ആ. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വിഷ്വല് കാണാം. ആ. അത് കാണുമ്പോഴും കുറച്ച് ഓർമ്മ വരുമായിരിക്കും. വരും. അയ്യോ. ഇതാണോ? അയ്യോ ഇതിലെവിടെ നടുക്കല്ലേ? ആ. അതെ നടുക്ക. ഇത് എത്ര പ്രായമുണ്ട് ശ്രീകുടൻ ചേട്ടാ? സ്കൂളില് അയ്യോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും പ്രായം തോന്നിക്കണ്ടല്ലോ. പക്ഷെ ഒരു സുന്ദരനായിരുന്നു. അതെ അതെ അതെ. ആളൊരു വേറൊരു മുടിയൊക്കെ എപ്പോഴും എണ്ണ തേച്ചിട്ട് എണ്ണ തേച്ച്, ആ അതെ എണ്ണ വീട്ടില് തേച്ചിട്ടുണ്ട്. കർശനമാണ്. 2 കാര്യമായിരുന്നു വീട്ടില് പ്രധാനമായിട്ട്. ആ. ഒന്ന് എണ്ണ തേച്ച് കുളിക്കണം. രാവിലെ എനിക്കാണ് ഇഷ്ടമേ ഇല്ല. എല്ലാ ദിവസവും രാവിലെ എണ്ണ ആ തേച്ച്. രാവിലെ ഒരു കുടം എണ്ണ, അത് ഇങ്ങനെ ഈ ചൂടാക്കിയിട്ടേ മറ്റേ വെളിച്ചെണ്ണ കാച്ചിയ എണ്ണ. കരിവേപ്പിലൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടി തലയിൽ ഇങ്ങനെ പുരട്ടി, അത് ഭയങ്കര ഒരു പ്രശ്നം. പിന്നെ രാത്രി പാല് കുടിക്കണം. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അങ്ങനെ. അതെ, ഈ കണ്ടത് മതി പ്ലീസ്. ആ വീട്ടിലെ ഇളയ കുട്ടിയാണല്ലോ. ആ. അപ്പൊ ആ സ്നേഹം വാത്സല്യം അതെ കെയർ ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പൊ ചിലപ്പം മനസ്സിലായി എനിക്ക് കൊഞ്ചിച്ചു അതെ, എനിക്ക് അതല്ലേ എനിക്ക് തോന്നുന്നു സ്കൂളിലെ അല്ല കേട്ടോ, പിന്നെ? ആ അതാ മുണ്ടൊക്കെ മീശയൊക്കെ മീശയുടെ ഉണ്ട്. മുണ്ടെടുത്ത അല്ല മുണ്ടെടുത്തിട്ടുണ്ട്. എനിക്കിത് ആ വളരെ അതാ ആരോഗ്യം. ഞാൻ അങ്ങനെ പറഞ്ഞേ പ്രായം തോന്നിക്കുന്നു. അത് ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം. അത് ശരി. പറഞ്ഞു പറഞ്ഞപ്പോ അങ്ങനെയായോ? അപ്പൊ നമ്മള് വേറെ ഏതോ ഫോട്ടോ വെച്ച് ഇത്ര സമയവും കളഞ്ഞു. മക്കളെ നന്നായിരുന്നു മാറ്റുമോ പ്ലീസ്. ഓർമ്മ. ആൻസർ കുട്ടി. എന്താ മഞ്ഞ മന്ദാരമേ. 3 മഞ്ഞ മന്ദാരുണ്ട്. അതെ 3 മഞ്ഞ നാലാമത്തെ മഞ്ഞ നീ. മന്ദാരങ്ങളെ. ഇവിടെ 3 എണ്ണല്ലേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇതിന് മുമ്പ് വരെ നീ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി നിർത്തുന്നോ അല്ലേ ചേച്ചി? നമ്മളൊരു കുടുംബല്ലേ? 4 മന്ദാരം. 4 മഞ്ഞ. ആ 4 മഞ്ഞ മന്ദാരം. അതെ അതെ അതെ. 4 മഞ്ഞ മന്ദാരമേ. 4 മഞ്ഞ മന്ദാരങ്ങളെ. അങ്ങനെ കറക്റ്റ് ആവും. ഓക്കെ ആൻസർ കുട്ടി. നല്ല ബ്രില്യൻ സെലക്ഷൻ ആണല്ലോ പാട്ട്. ഈസി ആയിട്ട് പാടാവുന്ന പാട്ട്. അതെ ഇതില് മെയിൻ ആയിട്ട് വേണ്ടത് ഭാവമാണ്. അതുണ്ടായിരുന്നു ഫീൽ ഉണ്ടായിരുന്നു പാടിയതില്. അതുണ്ടായിരുന്നു. ആ ഓ. ഫീൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരാൾക്ക് പറ്റുവോ? ആ ഇതെല്ലാം കൂടി എങ്ങനെ പറ്റുന്നു? ആ എനിക്കും തോന്നിയത് വന്നു നീ ആ ഓമനെ നീ വരും മുതൽ ആ ജന്മസാഫല്യമേ വരെ കുറച്ചൊരു ശ്രദ്ധക്കുറവാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ മാത്രം ചെറുതായിട്ടൊരു സ്ലിപ്പായി കേട്ടോ. ഓരോന്നിന്റെ എൻ പോർഷനില്ലേ, ഉം. അതിന്റെ ആ സംഗതി ഒന്നുകൂടെ ഒന്ന് വ്യക്തമാണ്. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആഹാ. ഞാനും പറയാട്ടോ, ഉഗ്രനായി. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക ആ. സൂപ്പർ ആയി. ഇനിയിപ്പൊ ഇത് എന്തോന്ന് ഇത് കൂടുതൽ പറയാൻ. ഇത് അത്ര സിമ്പിളും അല്ല. 1000 കണ്ണുമായി എന്ന് പറയുമ്പോ ആ കുനിപ്പൊക്കെ നമ്മൾ കറക്റ്റ് അതെ, ആയിട്ട് അതെ, അതെ. എടുത്തില്ലെങ്കിൽ ഉം. ചീത്തയായി പോവും. ഇതേ പോ. കണ്ണുമായിലൊരു സംഗതി അത് ഉണ്ട്. സംഗതി ഉണ്ട്. അതെങ്ങനെ അതെ, അതെങ്ങനെയാ? 1000 കണ്ണുമായി. ആ ആ. correct. യെസ് വരും വരും.
നല്ല രസമായി പാടി കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആൻസർ കുട്ടി, ആ today we are giving you 98 out of 100. ആടി ഒരു ബിച്ചോട്ടം പൂക്കുറ്റി. താങ്ക് യു. ചക്കര ഉമ്മ. ആർക്കാ? എല്ലാവർക്കും എല്ലാവർക്കും ആ ചക്കരി ഉമ്മാട്ടാ. അമ്മ. ബൈ ബൈ. മാർക്കറ്റ് ഇപ്പൊ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട അതെ, ഉമ്മൊന്നും വേണ്ട.